അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മോട് വിരോധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് ശിർക്ക് എന്നുള്ളത്. ആ ശിർക്കിനെ മാത്രമല്ല അല്ലാഹു നിരോധിച്ചിട്ടുള്ളത്, ആ ശിർക്കിലേക്ക് പോകുന്ന എല്ലാ വഴികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചു വച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിക്കൊണ്ട് ശിർക്ക് സംഭവിച്ചത് വസീലത്ത് ശിർക്കിലൂടെയാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള മനുഷ്യ ആരംഭം മുതൽ 10 നൂറ്റാണ്ടിന് ശേഷമാണല്ലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിതനാകുന്നത്. ഈ 10 നൂറ്റാണ്ടിൽ ശിർക്ക് സംഭവിച്ചത് ഒരു സുപ്രഭാതത്തിൽ ആയിരുന്നില്ല. അവിടെ മരണപ്പെട്ടു പോയ മഹാന്മാരുടെ ഫോട്ടോകളും രൂപങ്ങളുമെല്ലാം ഉണ്ടാക്കി പിന്നീട് അതിനെ കാലക്രമേണ പൂജിക്കുന്ന ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അഥവാ ശിർക്കിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ഷിർക്കിലേക്ക് എത്തുന്ന വഴികളെയാണ് നമ്മൾ വസീലത്തുൻ ഇല ഷിർക്ക് അല്ലെങ്കിൽ വസായിലി ഷിർക്ക് എന്നൊക്കെ നമ്മൾ സാധാരണയായിക്കൊണ്ട് പറയാറുള്ളത്. ഷിർക്ക് എന്ന മഹാപാപത്തിലേക്ക് എത്തുന്ന ഒരുപാട് വഴികളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞ് അയാളുടെ ഖബറുകൾ ഒരാൾ കെട്ടിപ്പൊന്തിച്ച് കുമ്മായമിട്ട് അതിന് പെയിൻ്റ് അടിക്കുന്നു. ആ പ്രവർത്തനം ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒരു മനുഷ്യൻ ഖബർ കെട്ടിപ്പൊന്തിച്ച് അതിന് കുമ്മായമടിക്കുക എന്നത് ശിർക്കാണോ? അത് ശിർക്കല്ല, അത് ഹറാമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഖബർ കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയത്? ആ പൊന്തിച്ച ഖബറിൻ്റെ മുമ്പിൽ പിന്നീട് അവൻ്റെ കൈകൾ ഉയരാൻ സാധ്യതയുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന വ്യക്തികളോട് പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് ശിർക്കിലേക്ക് ഈ ഖബർ കെട്ടിപ്പൊന്തിക്കുക എന്ന പ്രവർത്തനം വസീലയായതുകൊണ്ട് തന്നെ ഖബർ കെട്ടിപ്പൊന്തിക്കൽ ഹറാമാണ്. ഇത് ഏതൊരു ബുദ്ധിയുള്ള പ്രാഥമികമായ മുജാഹിദ് വിസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനമുള്ള ഏതൊരാൾക്കും ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയുന്ന കാര്യമാണ്. ഇത് ശിർക്കെന്ന മഹാപാപത്തിലേക്ക് മാത്രമല്ല, വ്യഭിചാരം ഒരു മഹാ തിന്മയാണ്. ആ വ്യഭിചാരത്തിലേക്കും വസീലത്തുനില സിനയുണ്ട്, വസായിലു സിനയുണ്ട്. ഒരു ആണും ഒരു പെണ്ണും ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ടാകാൻ പാടില്ല. അന്യപുരുഷന്മാരാണെങ്കിൽ അതുണ്ടാകൽ ഹറാമാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമതായി പിശാച് അവിടെ ഉണ്ടാകും. ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും ഒരു നിശ്ചിത പരിധിക്കപ്പുറം ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അതൊക്കെ സിനയിലേക്കുള്ള വഴികളാണ്. അതൊക്കെ ആ മാർഗം ഇസ്ലാം അടച്ചു വെച്ചു. ഒരു സ്ത്രീയെ അന്യായമായി കൊണ്ട് സ്പർശിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അത് വ്യഭിചാരത്തിലേക്കുള്ള വഴികളാണ്. അപ്പം ഏതൊരു തിന്മയാണെങ്കിലും ആ തിന്മയിലേക്കുള്ള വസീലയുണ്ടാകും. ഒരു കൊലപാതകം നടക്കുന്നു, ആ കൊലപാതകത്തിന് മുന്നിൽ അയാൾ ഒരുങ്ങുന്നു, അതിന് ഗൂഢാലോചന നടത്തുന്നു, അതൊക്കെ വസീലകളാണ്. അത് ശിർക്കിന് മാത്രമുള്ളതല്ല. അപ്പോൾ ശിർക്കിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് വസീലത്തു ശിർക്ക് എന്ന് പറഞ്ഞത്. ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ഈ വസീലത്തു ശിർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ ഈ 2012 ശേഷം വിഷ്ണക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ ടൈമാണ്. ഇത് മുജാഹിദികൾ ആദ്യമായി കൊണ്ട് കേൾക്കുകയാണ് വസീലത്തു ശിർക്ക്. അങ്ങനത്തെ ഒരു ശിർക്കില്ല, ഒക്കെ ശിർക്കേ ഉള്ളൂ എന്നാണ്. ആദ്യ കാലഘട്ടത്തിൽ അതാണ് KNMന്റെ വേദികളിൽ നമ്മൾ കേട്ടതെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നത് അതല്ല. ഇപ്പോൾ കേൾക്കുന്നത് ബഹുമാന്യനായ അനസ് മൗലവി പറയുന്ന ഒരു പുതിയ വാദമാണ്. എന്താണ് പുതിയ വാദം?
വസീലത്തു ശിർക്ക് എന്ന് അറബി പണ്ഡിതന്മാർ പ്രയോഗിക്കുന്നത് ശിർക്ക് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അഥവാ അറബിയിൽ എന്തെങ്കിലും ആരെങ്കിലും പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ടെങ്കിൽ വസീലത്തു ശിർക്ക് എന്നൊക്കെ എഴുതിയാലും അതൊക്കെ ശിർക്ക് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, അതല്ലാതെ വസീലത്തു ശിർക്ക് എന്നതിന് അർത്ഥമല്ല. ഇത് യഥാർത്ഥത്തിൽ വളരെ ഗുരുതരമായ ഒരു അപകടം പിടിച്ച വാദമാണ്. ഇതൊരു ശിർക്കിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഞാൻ പറഞ്ഞു സിനയിലേക്ക് വസീലയുണ്ട്, സിനയിലേക്ക് വസീലയുണ്ട്. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഒരാൾ സിന നടത്തിക്കഴിഞ്ഞാൽ, വ്യഭിചാരം നടത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ഹദ്ദുണ്ട്. അയാൾ വിവാഹിതനല്ലെങ്കിൽ 100 അടി, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം. ഇനി അനസ് മൗലവിയുടെ പുതിയ വാദം നമ്മൾ തിയറി എടുക്കുക. എപ്പോഴാണ് മാറുകയെന്ന് അറിയില്ല കേട്ടോ, ഇപ്പോഴുള്ള നിലവിലുള്ള വാദം ഞാൻ പറഞ്ഞത്. പുതിയ തിയറി എടുത്തു കഴിഞ്ഞാൽ വസീലത്തുൻ ഇല സിനയാണ്, വസീലത്തുൻ ഇല സിനയാണ്. അപ്പോൾ ഒരു ആണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, മഹറമല്ലാത്ത ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വസീലത്തു സിനയാണ്. അനസ് മൗലവിയുടെ പുതിയ തിയറി പ്രകാരം എന്തായി? അത് സിനയാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യമുള്ള സ്ഥലത്ത് ഈ ആണിനെയും പെണ്ണിനെയും 100 അടി അടിക്കണം. കാരണം എന്ത് ചെയ്യണം? ഒരു സിന ചെയ്തു. ഇങ്ങനൊരു ഇസ്ലാമുണ്ടോ കൂട്ടരെ? എന്തൊരു പൊട്ടപ്പോയത്തമാണ് ഈ പറയുന്നത്. ആണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്താൽ അത് സിനയാണോ? അത് സിനയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഇസ്ലാം ഹറാമാക്കിയത്. അതല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണും ഒറ്റ സ്ഥലത്തായി കഴിഞ്ഞാൽ അവനെ 100 അടി ഇരിക്കണോ, എറിഞ്ഞു കൊല്ലണോ? ഇല്ലല്ലോ. ഒരാൾ കൊലപാതകത്തെ സംബന്ധിച്ച് ഗൂഢാലോചന നടത്തി, വസീലത്തുൽ ഖത്ൽ ചെയ്തു, അവനെ തലവെട്ടണോ ഇസ്ലാമിക രാജ്യത്ത്? അപ്പൊ യഥാർത്ഥത്തിൽ വസീലത്തു ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്, ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. ഇത് അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച ഏതൊരു വക്രബുദ്ധിയില്ലാത്ത മനുഷ്യനും വിഷ്ണുക്കാരെ തോൽപ്പിക്കണമെന്ന എന്താ പറയുക, ഒരു കുശുമ്പും വക്കാണമൊന്നുമില്ലാതെ ഒരു ഹൃദയം തുറന്നു വെച്ച് ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യനും വ്യക്തമാകുന്ന കാര്യമാണ് ഇതൊക്കെ. ഇനി വസീലത്തു ശിർക്ക് എന്നുള്ളത് മുജാഹിദുകൾ കണ്ടെത്തിയതാണോ അല്ലെങ്കിൽ വിഷ്ണുക്കാർ കണ്ടെത്തിയതോ? അല്ല സുഹൃത്തുക്കളെ, ഇത് മുജാഹിദുകൾ കണ്ടെത്തിയതിൽ ഇസ്ലാമിലുള്ള, ഞാൻ പറഞ്ഞ ഹദീസിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് ഞാൻ വിരോധിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് വസീലത്തു ശിർക്കാണ്. പിന്നീട് ഇസ്ലാം ഉറച്ചു, ഈമാൻ ഉറച്ചു. അപ്പോൾ ആ ഖബറിൻ്റെ അടുക്കിലേക്ക് പോയാലും ജാഹിലിയത്ത് ഓർമ്മ വരൂല. അപ്പോൾ അവിടെ ഈമാൻ ഉറച്ചപ്പോൾ അലാ ഫസൂറുഹ എന്ന് പറഞ്ഞു. ഇനി ലോകത്ത് സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ, സലഫി പണ്ഡിതന്മാരുടെ ഫത്വകൾ പരിശോധിച്ചാൽ ഇഷ്ടം പോലെ കാണാം. അതുകൊണ്ടാണ് മൂപ്പർ അഡ്വാൻസ് തന്നെ പറഞ്ഞത്, അത് അറബി ഗ്രന്ഥങ്ങളിലൊക്കെ പലതും കാണും, വസീലത്തു ശിർക്ക് എന്നൊക്കെ കാണും, അതൊക്കെ ശിർക്ക് തന്നെയാണ്. അല്ല, നമുക്കറിയാം ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത, കുവൈത്തിൽ നിന്ന് പങ്കെടുത്ത ഹമൂദ് നജ്ദി, അദ്ദേഹം ഇന്നും കുവൈത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, സലഫി പണ്ഡിതനാണ്. കുവൈത്തിൽ നിന്ന് ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയൊരു ഫത്വ അൽ ജമിഅത്ത് ഇഹാത്തുറാസുൽ ഇസ്ലാമിയുടെ ലെറ്റർ ഹെഡിൽ വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇസ്തിആനത്തും ബിൽ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ടത് തന്നെ. ആ ഇസ്തിആനത്തും ബിൽ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് വിഭാഗത്തിൻ്റെയും, KNM-ൻ്റെയും വിസ്തം വിഭാഗത്തിൻ്റെയും തർക്കങ്ങൾ ശ്രവിച്ചതിന് ശേഷം അവർ KNM-നും എഴുതിക്കൊടുത്തൊരു ഫത്വയുണ്ട്. ആ ഫത്വയിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു വിഭാഗം പറയുന്നു ഇസ്തിആനത്ത് ബിൽ ജിന്ന് മുത്തലഖൻ നിരുപാധികം ശിർക്കാണ്. വത്തർഫുൽ ആഖർ യറ അന്നൽ ഇസ്തിആനത്ത് ബിൽ ജിന്ന് മിൻഹാ മാ ഹുവ ശിർക്കുൻ വമിൻഹാ മാ ഹുവ ലൈസ ബിശിർക്കിൻ. എന്നാൽ ഒരു വിഭാഗം പറയുന്നു ശിർക്കല്ലാത്തതുമുണ്ട്, ലാകി യുഹറമു ജമീഉഹാ മിൻ ബാബി സദ്ദി ദരിഅ ഇല ശിർക്ക്. എന്നാൽ അതെല്ലാം ഹറാമാണ്. ശിർക്കാണെങ്കിൽ ഏതായാലും ഹറാമാണ്. ഇനി ശിർക്കല്ലാത്തതും ഹറാമാണ്.
കാരണം ശിർക്കിലേക്ക് പോകുന്ന വഴിയാണ്. വറാജിഹു വല്ലാഹു ആലം. എന്നിട്ട് ഹമൂദ് നജ്ദി ഈ രണ്ട് കൂട്ടരെയും ഇരുത്തിയിട്ടതിൻ്റെ റാജി, കൂടുതൽ പ്രാമാണ്യോഗ്യമായതും കൂടുതൽ സ്വീകാര്യമായ അഭിപ്രായം അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ, ജിന്നിനോടുള്ള സഹായ ചോദ്യം പലതരത്തിലുണ്ട്. മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്കി. ശിർക്കിലേക്കായതുണ്ട്, ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതും ഉണ്ട്. എന്നാ പിന്നെ ശിർക്കായതുണ്ട് എന്നല്ല പറയണ്ടേ. മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്, വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്കി വലാകിൻ വയഹ്റുമു ജമീഉഹാ മിൻ ബാബി സദ്ദി ദരിഅ ഇല ശിർക്കി. ഫൽഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലിർ റാജിഹ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വാദമല്ല. പിന്നെയോ ഫൽഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലിർ റാജിഹ്, ലോകത്തുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇത്തിഫാഖാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാർക്കിടയിൽ, ദീൻ പഠിച്ചവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വാദമാണിത്. ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വാദമാണെന്നല്ല, ഇതൊരു പുതിയ ശിർക്ക് ഇവിടെ ഉണ്ടാക്കുകയാണെന്നല്ല. ഇത് അഹ്ലുസുന്നയിൽപ്പെട്ട ഫൽ ഉലമാഉ മുത്തഫിഖൂൻ. എന്തു പറയാനുണ്ട് ഇവിടെ? ജംഇയ്യത്ത് ഇഹ്യാ തറാസിൽ ഇസ്ലാമി കുവൈത്തിലെ ഈ ജംഇയ്യ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ജംഇയ്യാണെന്ന് പറയാൻ നസീഹത്തുമായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സാധിക്കുമോ? ഹനീഫ് കായക്കുടി പറയുമോ? TP അബ്ദുള്ള കോയ മദനി പറയുമോ? ഹുസൈൻ മടവൂര് പറയുമോ? ജംഇയ്യത്ത് ഇഹ്യാ തറാസുൽ ഇസ്ലാമി എഴുതിയത് 100% ഫൽ ഉലമാഉ മുത്തഫിഖൂന എന്ന് പറയുന്ന വാദം അത് തെറ്റാണ്. അങ്ങനെ ഒരു വാദം ഇസ്ലാമിക ലോകത്തിന് പരിചയമില്ലാത്തതാണ്. നിങ്ങളേത് കളവാണ്, നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണ്, നിങ്ങൾ ജിന്നൂരികൾക്ക് വളം വെച്ച് കൊടുക്കുന്നവരാണ് എന്ന് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ പറയൂ. ഇത് വിസ്തക്കാർ പുതിയത് കൊണ്ടുവന്നതല്ല. ഫൽ ഉലമാഉ മുത്തഫിഖൂൻ, ലോകത്തുള്ള അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർ മുത്തഫിഖീങ്ങളാണ്. അതിനാണ് ഇതൊക്കെ തട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, KM മൗലവി മുസ്ലിയാർ എന്ന് പറഞ്ഞ ആള്, വിസ്ഡത്തിൻ്റെ ആൾക്കാർ ഈ കാര്യകാരണ ബന്ധങ്ങളെ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധമാക്കിയിട്ട് നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ പാവങ്ങൾ നേരെ വാ ഇങ്ങനെ ജിന്നുവാദം വരുന്നൊന്നും അവർക്കറിയില്ല. അവർ മനുഷ്യൻ്റെ കാര്യകാരണം എന്നതിന് പകരം ആരെങ്കിലും പണ്ഡിതന്മാർ സൃഷ്ടിയുടെ എന്ന് എഴുതി പോയിട്ടുണ്ടാവാം, പറഞ്ഞു പോയിട്ടുണ്ടാവാം. ഖുറാഫികൾ കാണിക്കാറില്ലേ? അൽ മുർഷിദിൽ നബിദിനെ ആഘോഷിക്കണം മുജാഹിദ് നേതാവ് പറഞ്ഞു എന്ന്. ഞെട്ടേണ്ട കാര്യമില്ല. അൽ മുർഷിദിൽ ഉണ്ടാവും, പഴയ അൽമനാറിലും വന്നിട്ടുണ്ടാവും. ഞെട്ടണെന്തിന്? അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നു. കണ്ടോ, അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നോ? എന്താ സംഭവിച്ചു നിങ്ങൾക്ക്? ആരാ സൃഷ്ടി കഴിവ് എഴുതിയത്? KM മൗലവി എഴുതി, MCC എഴുതി, അതേപോലെ വക്കം മൗലവി എഴുതി, അമാനി മൗലവി എഴുതി, ഉമർ മൗലവി എഴുതി എന്നൊരു പറയാം. അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നുവോ? ഏതുപോലെ? നബിദിനാഘോഷം അൽ മുർസലിൽ വന്ന പോലെ. കഴിഞ്ഞ ആഴ്ച പരപ്പരങ്ങാടിയിൽ മടവൂർ വിഭാഗം ചോദിച്ചത് പറഞ്ഞവരവിടെ അതൊക്കെ പഴയ കാലത്ത് എഴുതിപ്പോയതാണ്, നബിദിനാഘോഷം എഴുതിയതുപോലെ. അതേ വാചകത്തിൽ പോലും മാറ്റമില്ലാതെ അത് അതേപടി ഇവിടെ വീണ്ടും പറയാൻ KNM വേദികൾ ഉപയോഗിക്കുന്നിടത്തേക്ക് ഇപ്പം അവരെത്തി. അപ്പം സൃഷ്ടി കഴിവ് എന്ന് നമ്മുടെ നേതാക്കന്മാരും പണ്ട് എഴുതി പോയിട്ടുണ്ടാകാം. ഓലെ നെട്ടിപ്പോകൊന്നും വേണ്ട, ഓലൊക്കെ പഴയ മുസ്ലിയാക്കന്മാരല്ലേ. സഹോദരന്മാരെ, എത്ര വലിയ ഗൗരവമുള്ള പ്രയോഗമാണ് ഈ പ്രയോഗിക്കുന്നത്. അവർ മുസ്ലിയാക്കന്മാരുടെ കാലത്തല്ല എഴുതിയത്, ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ കാലത്താണ് എഴുതിയത്. അതെന്തെങ്കിലും കാണാതെ പോയത്? തരിക്കടില്ല. KM മൗലവി മുജാഹിദാണ് മുമ്പ് എഴുതിയതാണ് ഇതൊക്കെ. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്ത് നേതാവായി, ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി, KNMന്റെ പ്രസിഡന്റായി ജീവിച്ച കാലത്താണ് ഇതൊക്കെ എഴുതുന്നത്. അതും ഔദ്യോഗികമായ പ്രസിദ്ധീകരണത്തിന് അത് പ്രസിദ്ധീകരിച്ചതോ ജംഇയ്യത്തുൽ ഉലമയുമാണ്. അയാളുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ഖുർആനും സുന്നത്തും മതി.
നമ്മളെന്തിനാ ആലിമ്യങ്ങൾ എടുക്കണ്? ഖുർആൻ സുന്നത്ത് കൊണ്ട് ഒക്കെ വ്യക്തമാണ്. ഖുർആൻ സുന്നത്ത് കൊണ്ട് ഒക്കെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എഴുതിയ നൂറുകണക്കിന് കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ അതൊക്കെ വെറും പാഴ് വേലയാണോ? ഇപ്പൊ യഥാർത്ഥത്തിൽ KNMന്റെ ഈ പുതിയ വാദപ്രകാരം അവർക്ക് പാരമ്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഫൽ ഉലമാഉ മുത്തഫിഖൂൻ എന്ന ഈ പറയുന്ന വാദത്തിൽ KNM ഏതായാലുമില്ലല്ലോ. അപ്പൊ അഹ്ലുസുന്നയുടെ പാരമ്പര്യം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാരെ, തീർന്നില്ല. ഇത് ഇഹ്യാഉ ത്റാസിന്റെ മാത്രമല്ല, ഫളീലത്ത് ശൈഖ് അബ്ദുൽ അസീസ് റാജിഹി അദ്ദേഹത്തിന്റെ ഫത്വയിലും ഇസ്തിആനത്തും ബിൽ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട ഫത്വയിലും ഇതുപോലെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ ശിർക്കിലേക്ക് എത്തുന്ന കാര്യങ്ങളുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ ഫത്വയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബ്ദുൽ കരീം അൽ ഖുലൈർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്വയിലും ഇതേപോലെ തന്നെ, അതായത് ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് ചോദ്യം എന്താണ്, മാ റഅയുക ഫീ മൻ യഖൂൽ ഇന്നഹു യജൂസുൽ ഇസ്തിആനത ബിൽ ജിന്നിൽ മുസ്ലിമീൻ മിനൽ ഉലമാഇൽ മഅറൂഫീൻ, പണ്ഡിതന്മാരിൽ നിന്ന് ജിന്നുകളോട് അഥവാ മുസ്ലിം ജിന്നുകളോട് സഹായം ചോദിക്കൽ അനുവദനീയമെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം പറയുകയാണ്, അതൊരിക്കലും പാടില്ലാത്തതാണ്. മാത്രമല്ല അത് ശിർക്കിലേക്ക് എത്തും, ഇന്നല്ലെങ്കിൽ നാളെ അത് ശിർക്കിലേക്ക് എത്തുന്ന അവസ്ഥ. ജിന്ന് വന്നിട്ട് കുറച്ചിങ്ങനെ സഹായിക്കും, ഘട്ടം ഘട്ടമായിക്കൊണ്ട് അവൻ അതിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടാകും. ദീർഘമായ ഫത്വയാണ്. ഇതുപോലെ തന്നെ ലജ്നത്തു ദായിമയുടെ ഫത്വയിൽ ജമിയത്തുൽ ഉലമയുടെ അവർ ശാഖകളിലേക്ക് അയച്ചിട്ടുള്ള സർക്കുലറിൽ കൊടുത്തൊരു ഫത്വയുണ്ട്. ആ ഫത്വയിൽ പറഞ്ഞ ചോദ്യവും ഉത്തരവും 100% വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അംഗീകരിക്കുന്നു. കാരണം എന്താ? ഇബാദത്താവുമ്പോൾ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന ജിന്നുകളുടെ കഴിവിനപ്പുറത്തുള്ള ഒരു കാര്യമാണ് ആ ചോദ്യത്തിൽ ചോദിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്തിആനത്ത് ശിർക്കാണ്, യാതൊരു തർക്കമില്ല, നമ്മൾ ആ തർക്കത്തിലുള്ള വിഷയമല്ല. പക്ഷെ ഇവിടെ അതേ ഫത്വയുടെ അതേ ലജ്നയുടെ ഫത്വയിൽ തന്നെ കാണാം എന്ത്, لا يجوز استخدام الجن بأي نوع من الاستخدام لأن ذلك من الاستعانة بالجن والشياطين وهي محرمة ووسيلة من وسائل الشرك. ഇത് ലജ്നത്ത് ദായിമിന്റെ ഫത്വയിലുണ്ട്. ശിർക്കാണ് എന്ന് ലജ്നത്ത് ദായിമിന്റെ ഫത്വയുണ്ട്, വസീലത്ത് ശിർക്കാണെന്നുണ്ട്. ഇനി ഫൗസാനോട് ചോദ്യം, ഹൽ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നി ഫീ ഗൈരി സിഹ്രി കഇർസാലിഹിം ഇലാ ബഅദിൽ അശ്ഖാസ് മിൻ ഗൈരി ഇബാദത്തി ലഹും ഹൽ യജൂസ് അൻ നസ്തഖ്ദിമഹും ഫീ അമാലിൽ ഖൈർ. നല്ല കാര്യത്തിന് വേണ്ടി ജിന്നുകൾ ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പം? ഉപയോഗിച്ചൂടെ? എന്താ ഫൗസാന്റെ മറുപടി? ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ഗായിബീൻ അബദൻ ഇന്നമാ തസ്തഖ്ദിം ഇൻസാൻ ഹാദിറൻ ഖാദിറൻ തത്ലബു മിൻഹു ശൈഅൻ യഖ്ബിറുഹു ഔ അൻ യുഈനക അമ്മൽ ഗായിബു ലാ യജൂസ് ഹാദാ ലിഅന്നഹു വസീലത്തുൻ ലിശ്ശിർക്ക്. ജിന്നോട് സഹായം ചോദിക്കുക വസീലത്ത് ശിർക്കാണ്, ശിർക്കിന്റെ വസീലയാണ്. ഫൗസാൻ ഹഫിളഹുല്ലാ, ഇതിന് അദ്ദേഹം ഫൗസാനെ സംബന്ധിച്ചിടത്തോളം വിസ്തക്കാർ ഫൗസാന്റെ ഒരു അബദ്ധം പ്രമാണമാക്കി എന്ന് പറയുന്നു. ഇല്ല സഹോദരന്മാരില്ല. NV സാലിം അദ്ദേഹം പിന്നെ സാലിം കെയും അതുപോലെ തന്നെ ജബ്ബാർ മദീനിയും ഒക്കെ കൊടുത്തതിൽ എന്താണോ ഫത്വയിലുള്ളത് അതേ വാചകം എടുത്തു കൊടുത്തു. പക്ഷേ ആ ലേഖനം മുഴുവനും ഞാൻ ചോദിക്കുന്നു അനസ് മൗലവിയോട്, നിങ്ങൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ അബദ്ധത്തെ പ്രമാണമാക്കുന്ന വിസ്തക്കാരെന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലേഖനം മുഴുവനായി കൊണ്ട് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ പരസ്യം വായിക്കണം. എന്തിനാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? NB മുഹമ്മദ് സാലിം ഹഫിളഹുല്ലാ അദ്ദേഹം ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് സ്ഥാപിക്കാനാണോ ആ ലേഖനം കൊടുത്തിട്ടുള്ളത്? അതല്ല പാടില്ലെന്ന് സ്ഥാപിക്കാനാണോ? അത് കൊടുത്തപ്പോൾ ഫൗസാന്റെ ഫത്വയിൽ അദ്ദേഹത്തിന്റെ ഗന്ധത്തിൽ വന്ന ഒരു വാക്ക് പിഴവ് അത് അതുപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം ഫൗസാനെ തിരുത്ത നമ്മളാളല്ലോ. അത് അഥവാ മനുഷ്യൻ എന്ന് പറയുന്നിടത്ത് ജിന്ന് എന്ന് അബദ്ധത്തിൽ വന്നു പോയതാണ്. പക്ഷേ ആ ലേഖനം മുഴുവൻ വായിച്ചാൽ അറിയാം ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയാനാണ് സാലിം ക ലേഖനം എഴുതിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ എന്താ? ആ ലേഖനം ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. എന്നിട്ട് നമ്മളൊക്കെ പാടെ പ്രസംഗിച്ചിട്ടാണ് വിസ്തക്കാരോട് അത് ഹറാമൊക്കെ എത്തിച്ചത്. ഓ, നിങ്ങളില്ലെങ്കിൽ ഇവിടെ ആകെ മുജാഹിദ് പ്രസ്ഥാനാകെ പൊളിഞ്ഞ് പിന്നെ ശിർക്ക് ഖുറാഫാത്തൊക്കെ പോയിരുന്നു. നിങ്ങൾ ശിർക്കൊക്കെ പോകണം നോക്കിക്കോളി സഹോദര.
ഇവിടെ ഇല്ലാത്ത ശിർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇല്ലാത്ത ശിർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാക്കിയതല്ലേ മുജാഹിദുകൾക്കുമെതിരെ രാഷ്ട്രീയ ശിർക്ക്. ഇവിടെ മുജാഹിദുകൾക്കെതിരെ ആദ്യം ശിർക്ക് ആരോപിച്ചതാരാ? മർക്കസുദ്ദാവല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാര്. മുജാഹിദുകൾ ഒരു രാഷ്ട്രീയ ശിർക്കിലാന്ന് പറഞ്ഞു. ഇവിടെ അവസാനം അവർക്ക് തിരുത്തേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തിരുത്തും, നമുക്ക് പ്രതീക്ഷ ഉണ്ട്. കാരണം നിങ്ങളെ കൊണ്ട് മുജാഹിദുകൾ തിരുത്തിപ്പിക്കും. കാരണം ഇതൊരിക്കലും മുജാഹിദുകൾക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റാത്ത വാദമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കെ എം മൗലവി മുസ്ലിയാരല്ലേ? അപ്പം നിങ്ങളോ? കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലിയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ ഇന്നത്തെ കെ എൻ എമ്മിന് ഒരു അവകാശമില്ല. സംഘടനാപരമായില്ല, ആദർശപരമായില്ല. ഇനിയൊക്കെ മുസ്ലിയാക്കന്മാരാവും. ഉമർ മൗലവി അതിന് കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് മുസ്ലിയാരല്ലേ എന്ന് പറഞ്ഞു. സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ട്. അബ്ദുസ്സലാം സുല്ലമി പ്രബോധനത്തിന് കൊടുത്ത അഭിമുഖത്തിൽ മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ട്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഉമർ മൗലവി അനാവശ്യമായി കൊണ്ട് വിവാദമുണ്ടാക്കിയെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ കൊണ്ടുപോയി അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അബ്ദുസ്സലാം സുല്ലമി അവിടേക്ക് എത്തുങ്ങൾ നിങ്ങൾക്ക് എല്ലാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തള്ളേണ്ടി വരും. അപ്പോൾ ഇവിടെ വസീലത്തു ശിർക്ക് എന്നത് പറഞ്ഞത് ലജ്നത്തു ദായിമയുടെ ഫത്വയാണ്. ഇനി വീണ്ടും കേട്ടോളൂ. ലാ യജൂസു ഇസ്തിഖ്ദാം ജിബിയ്യൻ മിൻ ഇസ്തിഖ്ദാം ലിഅന്ന ദാലിക മിൻ ഇസ്തിആനത്തി ബിൽ ജിന്നി വശയാത്തീൻ വഹിയ മുഹറമത്തുൻ വവസീലത്തു മിൻ വസായിലി ശിർക്ക്. ഇഷ്ടം പോലുണ്ട്. ഇനിയോ സ്വാലിഹ് ഫൗസാൻ അദ്ദേഹത്തിന്റെ ഫത്വയിൽ കാണാം, ലാ യജൂസു ഇസ്തിആനത്തി ബിൽ ജിന്നി ലിഅന്ന ഹാദാ യഫ്തഹു ബാബ ശർ. ഈ ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല, അത് ഷർറിന്റെ വാതിൽ തുറക്കലാണ്. ഷർറിന്റെ വാതിൽ തുറക്കലാണ്. വൽഇസ്തിആനതു ബിൽ ഗായിബി ലാ തജൂസ് സവാഉൻ കാന ജിന്നിയൻ ഔ ഗൈറ ജിന്നിയൻ സവാഉൻ കാന മുസ്ലിമൻ ഔ ഗൈറ മുസ്ലിമിൻ ഫൽഇസ്തിആനതു ലാ തജൂസ് ഇന്നമാ യുസ്തആനു. എന്ന് പറയുന്ന ഇവിടെയാണ് ആ ഫത്വ. ഇന്നമാ യുസ്തആനു ബിൽ ജിന്നിൽ ഹാദിറിൽ ലദി യഖ്ദിറു അലൽ ഇആനതി. യഥാർത്ഥത്തിൽ ഇവിടെ ബിൽ ഇൻസിൽ ഹാദിർ എന്നാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഫൗസാന്റെ ഫത്വയിൽ അവിടെ ജിന്ന് എന്ന് വന്നു. അത് അബദ്ധമാണ്, തിരുത്തിയിട്ടുണ്ട്. നമ്മളിത് ന്യായീകരിക്കണില്ല. മനുഷ്യന്മാരോട് സഹായം ചോദിക്കേണ്ട ജിന്നുകൂടല്ല. കാരണം ഫസ്തഗാസഹുല്ലദി മിൻ ശിഅതിഹി അലല്ലദി മിൻ അദുവിഹി. കിതാബ് തൗഹീദിന്റെ വിശദീകരണം സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് ആലി ഷേഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം എന്താ പറഞ്ഞത്? അൽ ഇസ്തിആനതു ബിൽ ജിന്നി സവാഉൻ കാനു മുസ്ലിമീന അം ഗൈറ മുസ്ലിമി വസീലത്തുൻ മിൻ വസായിലി ശിർക്കി. ഇഷ്ടം പോലുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ വിസ്തം വിഭാഗം കണ്ടെത്തിയൊരു വാദമല്ല. ഇത് ആലു ഷേഖ് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്, ഫൗസാൻ പറഞ്ഞിട്ടുണ്ട്, ബക്കർ അബൂ സയ്യിദ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷേഖ് നാസിറുദ്ദീൻ അൽബാനി, അതുപോലെ തന്നെ ഷേഖ് ബറാക്ക്, ഹമൂദ് നജീദ്, ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ. ഇവരൊക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാണ്. ഇവരാരും ജിന്നിനോട് സഹായം ചോദിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കുന്ന പണ്ഡിതന്മാരല്ല. അപ്പം ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാർ. ഇനി ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ജിന്നിനോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ വസീലയായതുണ്ട് എന്ന് കേരളക്കരയിൽ ആദ്യം പഠിപ്പിച്ചതാരാണ്? ശരിക്കും വിഷയം മനസ്സിലാക്കണം. വിസ്റ്റല്ല. എൻ്റെ കയ്യിലുള്ളത് ഹനീഫ് കായക്കൊടി എഴുതി കെ ജെയുടെ ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധമാണ്. 26/12/2011 26/12/2011. വിസ്തമുണ്ടാകുന്നതിൻ്റെ മുമ്പാണ് ഹനീഫ് കായക്കൊടി ഇതെഴുതി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 3 കാര്യമാണ് ചർച്ച ചെയ്തത്. ഒന്ന്, ദുആ, ഇസ്തിആദത്ത്, ഇസ്തിആനത്ത്, ഇസ്തിഗാസ എന്നീ കാര്യങ്ങൾ ജിന്നുകളോട് നിർവഹിക്കൽ. അതിൽ ഇതിൻ്റെ 10ാമത്തെ പേജിൽ കാണാം. എന്താ 10ാമത്തെ പേജിൽ? ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. ഇത് പറയുമ്പോൾ നേരെ ട്വിസ്റ്റ് ചെയ്യലോ ചെയ്യും. ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെക്കുറിച്ച് ദറായുശിർക്ക്, വസായിലുശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്താ പറഞ്ഞത്? ഇത് ഫൈസൽ മൗലവി എഴുതിയതല്ല, വിസ്ഡം വിഭാഗം എഴുതിയതല്ല. ഇത് ഹനീഫ് കായക്കൊടി എഴുതിയതാണ്. ഹനീഫ് കായക്കൊടി പറയുന്നു എന്ത്? ഇസ്തിആനത്തും ബിൽ ജിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ അവരുടെ ഫത്വകളിൽ വസായിലു ശിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ദറായു ശിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ആരാണ് ഈ പണ്ഡിതന്മാർ? ഇതിന് മറുപടി നിങ്ങൾ പറയണം. ഇത് പല സ്ഥലത്തും ചോദിക്കുമ്പോൾ എന്താ പറയുക വെച്ചാൽ, അതിനുശേഷം ദൗറയിൽ ഇത് ദൗറിൻ്റെ പ്രബന്ധമല്ലേ,
ഈ പ്രബന്ധത്തിൽ ഇത് ദൗറയ്ക്ക് ശേഷം KJന്റെ എക്സിക്യൂട്ടീവിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അതാണ് പറയേണ്ടത്. അതാണ് നിങ്ങൾ പറഞ്ഞോളൂ. അത് നമ്മളെ വിഷയം അതല്ല. ഹനീഫ് കായക്കൊടി ഇതിൽ പറഞ്ഞ പണ്ഡിതന്മാർ ആരാണ്? അത് ഫൈസൽ മൗലവിയാണോ? അത് വിസ്തം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ? അതാണ് ചോദ്യത്തിന്റെ മർമ്മം. അതിൽ നിന്ന് കൊതറാൻ പറ്റൂല. ഇതിൽ പറഞ്ഞ വസീലത്തു ശിർക്ക് അല്ലെങ്കിൽ വസായിലു ശിർക്ക് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആ പണ്ഡിതന്മാർ? അത് നിങ്ങൾ വ്യക്തമാക്കണം. ഇവിടെ അവർ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? അവർ ശിർക്കിലാണോ? അവർ പിന്നെ പുതിയ ശിർക്ക് ഉണ്ടാക്കിയവരാണോ? അവർ പിന്നെ സാലിസിന്റെ വാശിയിൽ പ്രകാരം കുഫറിന്റെ ആൾക്കാരാണോ? പറയണം. ഇനി കേട്ടോ, മൊത്തത്തിൽ ജിന്നുകളോടുള്ള എല്ലാത്തരം സഹായത്തേട്ടങ്ങളെ കുറിച്ചും എല്ലാത്തരം പ്രയോഗങ്ങൾ. മൊത്തത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കണം വസീല ശിർക്കല്ല, മൊത്തത്തിലല്ല പറഞ്ഞത്. അതുപോലെ ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം കുറച്ച് കാണിക്കാനുമല്ല. ഇത് ഹനീഫ് കായക്കൊടി എഴുതിയതാണ്, ഫൈസൽ മൗലവി എഴുതിയതല്ല. അപ്പൊ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലല്ലോ, കുറഞ്ഞു പോയില്ലേ? അത് കായക്കൊടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആദ്യം. കായക്കൊടി പറയുന്നത് മൊത്തത്തിൽ ഇതിനെ കുറച്ച് കാണിക്കാനല്ല, വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച സാധ്യതകൾ മാത്രമാണ്. അത്രേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. ഈ ഹനീഫ് കായക്കൊടി പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഇപ്പോഴും ഉള്ളു. ഇത് വിസ്തമുണ്ടാകുന്നതിന് മുമ്പ് എഴുതിയതാണ്. അത് കൃത്യമായി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CD ടവർ എന്ന് പറഞ്ഞ കുപ്രസിദ്ധമായ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട്. ഡേറ്റുകളെല്ലാവരും ഒപ്പിച്ചോല് 5, 6, 11. കൂട്ടാനൊക്കെ എളുപ്പ. 5, 6 കൂട്ടിയ 11. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു കുപ്രസിദ്ധമായ ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. എന്താ ഗ്രൂപ്പിങ്ങിൽ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞോ, നമ്മൾ ഇനി ശിർക്കാന്നാണ് പറയാന്ന് കേട്ടോളി. ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് അവനല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയുന്നത്, ഒരു ജിന്നിന്റെ കഴിവുപ്പെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു കുറിച്ചിക്കാൻ പറ്റുന്ന നിലക്ക് ഒരു എഴുതിയതിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട. ഞാൻ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരു ആനക്ക് ആണിന്റെ കഴിവ്. ആന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആണിന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ജിന്നും ആന തമ്മിലുള്ള വ്യത്യാസം. ആന നമ്മൾ കാണും, മരപ്പലിക്ക് ആന പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മരം പലിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണൂല. കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ട സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ടും പാടില്ല. എന്നാലും അതിനപ്പുറം ഈ സഹായം ചോദിക്കലിൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. എന്താ പറഞ്ഞേ? ഈ സഹായം ചോദിക്കുന്നത് കൊണ്ടെത്തിക്കുന്നത് അവസാനം ശിർക്കിലേക്കാണ്. അതിന്റെ അറബിയാണ് വസീലത്ത് ശിർക്ക്. ഒന്നുകൂടി ഏൽപ്പിച്ചെടുക്കും. ഇത്ര വലിയ ബുദ്ധിമുട്ടും പാടില്ല. എന്നാലും അതിനപ്പുറം ഈ സഹായം ചോദിക്കലിൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു മുവഹിദ് അതിനപ്പുറം ഈ സഹായം ചോദിക്കലിൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. എങ്ങനെയുണ്ട്? ഇതന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഹറാമാണ് ഈ ജിന്നിനോട് സഹായം ചോദിച്ചാൽ കൊണ്ടെത്തിക്കുന്നത് അവസാനം ശിർക്കിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് വസീലത്തു ശിർക്ക്, ശിർക്കിലേക്ക് പോകുന്ന വഴിയാണ്. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞപ്പോൾ തൗഹീദായി. ഇത് വിസ്തം വിഭാഗം പറഞ്ഞാൽ ശിർക്കായി. അത്രയുള്ളൂ. ഇനി ഈ പറയുന്ന ബഹുമാന്യനായ അനസ് മൗലവി തന്നെ വളരെ വ്യക്തമായ ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത ഒന്നുണ്ടോ എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വേദിയിൽ നിന്ന് ഒരു മുഖാമുഖത്തിൻ്റെ സദസ്സിൽ അദ്ദേഹത്തോടൊരു മർക്കസ് ദഅവ വിഭാഗത്തിൽപ്പെട്ട ആൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം മറുപടി. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ശിർക്കല്ലാത്ത ഒന്നുണ്ടോന്നാ. ഇന്നത്തെ അനസ് മൗലവിനോടാണ് ആ ചോദ്യമെങ്കിൽ നീ ജുന്നൂരിയ അങ്ങനെയാണ്. എന്താ സംശയം? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ജമിയത്തിനെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എല്ലാ സഹായ ചോദ്യവും ശിർക്ക് തന്നെ. എന്നാൽ ഇതേ ചോദ്യം പിന്നെ തിരുവനന്തപുരം സലഫി സെന്ററിൽ നടന്ന മുഖാമുഖത്തിൽ അനസ് മൗലവിയോട് ചോദ്യം ഉത്തരം ശരിക്ക് ശ്രദ്ധിക്കണം. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്.
ഞാൻ ചോദിച്ചത് ജിന്നോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? ചോദ്യം ക്ലിയർ ആണല്ലോ. ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത സഹായ ചോദ്യമുണ്ടോന്നാ. ഷിർക്കാകാത്തൊക്കെ വസീലാകൂല്ലോ, സംശയമില്ലല്ലോ. ഷിർക്കല്ലല്ലോ. അപ്പൊ ഷിർക്കാകാത്ത വല്ലതുമുണ്ടോന്നാണ് ചോദ്യം. ശരി, നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത പറയാൻ പോണ്. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. ഖുർആൻ സുന്നത്തുമാണ് മറുപടി പറയാൻ പോണ്. ആ ഖുർആൻ സുന്നത്ത് എപ്പോഴാണ് മൻസൂഖായതെന്ന് ഞാൻ അനസ് മൗലവി പറഞ്ഞാൽ മതി. ശരി, ഖുർആൻ സുന്നത്ത് വെച്ചിട്ട് മറുപടി കേട്ടോളി. ആ ഖുർആൻ സുന്നത്ത പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ വടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയുന്നത്. അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ ഇക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായത്തേട്ട് അങ്ങനെ ഉണ്ടോന്നാ, ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായത്തേട്ട് ഉണ്ടോന്നാ. അതിൽ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല സഹായത്തേട്ടുണ്ടോന്നാണ് ചോദ്യം. ക്ലിയർ ആണ്, മറുപടി ആട്ടെ. അതായത് ഏതെങ്കിലും സഹായത്തേട്ട് അങ്ങനെ ഉണ്ടോന്നാ, ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായത്തേട്ട് ഉണ്ടോന്നാ. അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയാം. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണം, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. എന്താ മറുപടി? ഖുർആൻ സുന്നത്തുള്ള മറുപടി കേട്ടോ. ഇതാണ് പുസ്തകം. ഇത് ബഹുമാന്യനായ ചെറിയ മുണ്ടം എഴുതിയ പുസ്തകമാണ്. ഇത് എഴുതി പ്രസിദ്ധീകരിച്ചത് വെച്ചാൽ വിസ്ഡണ്ടായതിനു ശേഷം ഒന്നല്ല. ഇത് 2001 നവംബറിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പിളർപ്പിൻ്റെ കാലഘട്ടത്തിൻ്റെ മുമ്പ് അവിഭക്ത കാലഘട്ടത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചതാണ്. കാരണം ആ പിളർപ്പിൻ്റെ കാലഘട്ടത്തിൽ ആദർശ വ്യതിയാനം ഭൂതക്കണ്ണാടി വെച്ച് നോക്കി എല്ലാ പ്രസിദ്ധീകരണം നോക്കിയിട്ടും ഇത് ആദർശ വ്യതിയാനമായിട്ട് തോന്നിയിട്ടില്ല. ശരിക്കും ശ്രദ്ധിക്കണം, ഇത് ആദർശ വ്യതിയാനം, ഇത് തൗഹീദ്. ഇപ്പോൾ അവർ പറഞ്ഞ ഘട്ടത്തിൽ ഇത് ശിർക്കാണ്. ഈ വിഷയത്തിൽ ഇത് ശിർക്കിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. എങ്കിൽ അനസ് മൗലവി കൊടുത്ത മറുപടി എന്താണ്? ഇസ്തിആനത്തും ബിൽ ജിന്നി ശിർക്കല്ലാത്തതുണ്ടോന്നാ. എന്താ മറുപടി? എന്താണ്? പിന്നെ അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികൾ. അപ്പോൾ ജിന്നുകൾ അവിടെ ഹാദിറാണ്. അപ്പോൾ ജിന്നും മലക്കും അവിടെ ഹാദിറാണ്. അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അഥവാ ഖാദിറാണ്. സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്ത് വരില്ല? ശിർക്ക് വരില്ല. അപ്പൊ ഹയ്യുമാണ്, ഹാദിറുമാണ്, ഖാദിറുമാണ്. അപ്പൊ ഹയ്യും ഹാദിറും ഖാദിറും ആണെങ്കിൽ അത് പ്രാർത്ഥന അല്ല എന്ന് ഖുർആനും സുന്നത്തും വെച്ചിട്ട് അന്ന് ആര് മറുപടി കൊടുത്തിട്ടുണ്ട്? നമ്മളല്ല, അനസ് മൗലവി മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചോദിക്കുന്നു, ഈ ഇതിൽ മുജാഹിദ് പ്രസ്ഥാനം ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇത് മടവൂർ വിഭാഗത്തിന് സ്വീകരിക്കാൻ കഴിയൂല, ഇപ്പൊ കേനമിനും സ്വീകരിക്കാൻ കഴിയൂല. ചെറിയ മുണ്ടത്തൊക്കെ അനസ് മൗലവി വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞു 100% ശരിയാണ്. ഇതേ മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീലും പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരു മാറ്റമില്ല. അപ്പോൾ ശിർക്കല്ലാത്ത ഒന്നുണ്ടോ ചോദിച്ചാൽ അതിന് ഒറ്റയടിക്കുണ്ട് എന്ന് പറയാതെ ഈ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ മുമ്പ് എഴുതി വെച്ചത് വായിച്ച് ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മറുപടി കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ആ ഖുർആനും സുന്നത്തൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഈ ആയത്ത് അല്ലെങ്കിൽ ഇത് എഴുതിയത് തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ അടുക്കൽ വേറെന്താ ആയത്തുള്ളത്? മുജാഹിദ് പ്രസ്ഥാനം അതിൽ ഉറച്ചു നിൽക്കുന്ന. അപ്പോൾ സഹോദരന്മാരെ, ഇതൊരു പുതിയ വിഷയമല്ല. ഇത് വിസ്ഡം വിഭാഗം ഉണ്ടാക്കിയ ഒരു പുതിയ വസീലയല്ല. ഇത് ഇസ്ലാമുള്ള കാലത്തേ ഉള്ളൊരു കാര്യമാണ്. അത് കേരളത്തിൽ വിസ്ഡം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ തന്നെ അനസ് മൗലവിയൊക്കെ പറഞ്ഞിട്ടൊരു വിഷയം തന്നെയാണ് എന്നാണ് ആ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സത്യമായി മനസ്സിലാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ.